കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കൺവീനർ ശ്രീ ഇബ്രാഹിം ഉടേരി, ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എൻ നസീർ, ഈ ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ആരാധ്യനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പാലി പിതാവ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശ്രീ സിദ്ദിഖ്, ശ്രീ സജി ജോസഫ്, ശ്രീ അബ്ദുൽ കരീം ചേരി, ശ്രീ ഫാദർ സിബി പാലക്കുടി, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ശ്രീ പി ടി മാത്യു, ശ്രീ പി എൻ ബാബു, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, ഇന്ദിര പി അൻസാരി തില്ലങ്കനി, അതുപോലെ തന്നെ ശ്രീ പവിത്രൻ തോട്ടത്തിൽ, മുഹമ്മദ് ബ്ലാത്തു, കെ പി സാജു, ശ്രീരാമൻ കൊയ്യോർ, നസീർ നന്ദു, കെ പി ഷാനി, ഫിലോമിന ടീച്ചർ, മുഹമ്മദ് റഫീഖ് നിസാരി, ദേവാന, അധ്യക്ഷ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വം, സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന, ഇപ്പൊ പേരാവൂർ MLA ആയിരിക്കുന്ന ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം ഇത്തരമൊരു ഉപവാസ സമരത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ചേതോ വികാരം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വളരെ ദാരുണമായ സംഭവമാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആറളം ഫാമിൽ ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വള്ളി എന്ന് പറയുന്ന ഒരു ആദിവാസി മനുഷ്യനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ലീലയെയും കശുവണ്ടി പറിച്ച് മടങ്ങി വരുമ്പോൾ അതിദാരുണമായിട്ടാണ് കാട്ടാന പതിയിരുന്ന് ആക്രമിച്ച് അവരെ വളരെ ദൂരം വലിച്ചഴിച്ചു കൊണ്ടുപോയി കരിമ്പിൻതോട്ടത്തിൽ കയറി ആനയെ പോലെ ചവിട്ടി മെതിച്ച് അവരുടെ ശരീരം വികൃതമാക്കിയ അതിദാരുണമായ സംഭവം ഈ നാടിനെ നടുക്കിയ സംഭവമാണ്. നമുക്കറിയാം, ഈ നാട്ടിൽ 2014 തൊട്ട് 24 വരെ 1188 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുള്ളത്. ആറളം ഫാമിൽ മാത്രം 14ഓളം ആളുകൾ മരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഈ ആറളം ഫാമിൽ നടന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയായി. ഇവിടെ വന്ന മുഴുവൻ ജനപ്രതിനിധികളെയും നാട്ടുകാർ തടഞ്ഞു, മന്ത്രിയെ വരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ജനവികാരം അണപൊട്ടി ഒഴുകുന്നൊരു കാഴ്ചയാണ്. എന്താണ് ഇങ്ങനെ ജനവികാരം അണപൊട്ടി ഒഴുകാൻ കാരണം? കഴിഞ്ഞ കുറെ നാളുകളായി കേരള ഗവൺമെന്റ്, പ്രത്യേകിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ഓരോ അപകടം ഉണ്ടാകുമ്പോഴും ഇവിടെ വരും, ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടും, അവരുടെ മുമ്പിൽ വെച്ച് ജനങ്ങൾക്ക് ചില ഉറപ്പുകൾ കൊടുക്കും. പക്ഷെ നാളിതുവരെ ആയിട്ട് ആ ഉറപ്പുകൾ ഒന്നുപോലും പാലിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇവിടെ വന്നല്ലാതെ, മന്ത്രിയിൽ നിന്ന് നേരിട്ട് ചില ഉറപ്പുകൾ ലഭിച്ചല്ലാതെ ഈ ആന ചവിട്ടിക്കൊന്ന വള്ളിയുടെയും ലീലയുടെയും ശവശരീരങ്ങൾ മറവു ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊരു തീരുമാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ല, കേരളം ഭരിക്കുന്ന പാർട്ടിയല്ല. പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ആധികാരിക കേന്ദ്രങ്ങളെ അറിയിക്കുന്ന ഉത്തരവാദിത്വമാണുള്ളത്. ആ ഉത്തരവാദിത്വം അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി
നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA-യുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഭൂമിയോളം ക്ഷമിക്കുക എന്ന മറ്റൊരു ചൊല്ലുണ്ട്. സണ്ണി ജോസഫ് ഭൂമിയോളം ക്ഷമിച്ചിട്ടും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്നത്. നമുക്കറിയാം 2008 വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് വനത്തിനുള്ളിൽ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ വനത്തിനുള്ളിൽ കാലികളെ മേയിക്കാനും അതുപോലെ വനത്തിനുള്ളിൽ സ്വതന്ത്രമായി വിഹരിക്കാനുമുള്ള അവകാശം സ്വാതന്ത്ര്യം നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് പതിച്ചു കൊടുത്ത സ്ഥലത്ത് പോലും ഇന്ന് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ആറളം ഫാമിൽ ഇങ്ങനെ കാട്ടാനകളുടെ കൂട്ടം വന്ന് കൃഷി നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ദയനീയമായ സാഹചര്യം നമ്മൾ കാണുകയാണ്. കോടാനുകോടി രൂപയുടെ നഷ്ടമാണ്. കാട്ടാനകൾ മാത്രമല്ല, കുരങ്ങ്, മയില്, കാട്ടുപന്നി, അതുപോലെ തന്നെ ഇപ്പോ പുലികൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വയനാട്ടിൽ രാധ എന്ന് പറയുന്ന 47 വയസ്സുള്ള ഒരു സ്ത്രീയെ പുലി കടിച്ചുകൊണ്ടുപോയി. ആ പുലി പിറ്റേന്ന് മരിക്കുന്നു. മരിക്കുന്ന പുലിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ രാധയുടെ സാരി അടക്കമുള്ള അവശിഷ്ടങ്ങൾ പുലിയുടെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റും 1972 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പാസാക്കിയ ഒരു നിയമത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം എത്രയോ നിയമങ്ങൾ, ഭരണഘടനാ ഭേദഗതികൾ എത്രയോ വന്നിരിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞത് 400+ കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന പൊളിച്ചെഴുതുമെന്നാണ് പറഞ്ഞത്. കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പൊളിച്ചെഴുതാനാവില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 400+ കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്നത് അതിന്റെ പ്രിയാമ്പിളാണ്. ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആത്മാവ് പൊളിക്കുമെന്നാ പറഞ്ഞത്. പ്രിയാമ്പിളിനകത്ത് 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതേതരത്വം. അപ്പൊ ഇത്തവണ 400+ കിട്ടിയിരുന്നെങ്കിൽ 2 വർഷം 11 മാസം 18 ദിവസം എടുത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഭരണഘടന, 114 ദിവസം അംബേദ്കർ അതിന്റെ കരട് പട്ടിക തയ്യാറാക്കിയ ഭരണഘടന, ആ ഭരണഘടന പൊളിച്ചെഴുതാൻ അവർക്ക് യാതൊരു മടിയുമില്ലെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് നമുക്കറിയാം ജമ്മു കാശ്മീരിന് വേണ്ടി രാജാ ഹരിസിംഗുമായിട്ടൊരു വ്യവസ്ഥയുണ്ടാക്കിയത്. കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ ചില പ്രത്യേക അവകാശങ്ങൾ എഴുതി ചേർത്തു. അതാണ് ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ ഡോക്ടർ ഹരിസിംഗുമായി ഉണ്ടാക്കിയ ഉടമ്പടി, ആ ഉടമ്പടിയിലൂടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ വരുത്തിയ ആർട്ടിക്കിൾ 370യും അതുപോലെ തന്നെ 35Aയും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ പൊളിച്ചെഴുതിയവർ നമുക്കറിയാം. മാത്രമല്ല ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്തിയില്ലേ ഈ ഗവൺമെന്റ്. പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നത് the state shall not deny to any person equality before law or equal protection of the law within the territory of India. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന 2 തരം പൗരന്മാരെ അംഗീകരിക്കുന്നില്ല. ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, തുല്യന്മാരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 15ഉം 16ഉം ആർട്ടിക്കിൾ
ഇന്ത്യയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് നടപ്പിലാക്കിയവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ. ആർട്ടിക്കിൾ 25 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ജനങ്ങൾക്ക് കൊടുത്ത അവകാശം, ആ അവകാശം തിരുത്തി എഴുതി അധികാരത്തിന്റെ ദാർഢ്യം ഉപയോഗിച്ചുകൊണ്ട് ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമം തിരുത്തി എഴുതാൻ പോകുന്നു. എത്ര നിയമങ്ങളാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് തിരുത്തി എഴുതിയത്? പിന്നെന്താ, ഇന്ദിരാഗാന്ധി നിങ്ങൾക്ക് പേടിയാണോ? ഇന്ദിരാഗാന്ധിയെ 84 കൊന്നില്ലേ? ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യം ഇന്ന് ഇവിടെ ഇല്ലല്ലോ. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഓരോ നിയമങ്ങൾ പാർലമെന്റിൽ തിരുത്തി കുറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ഈ വന്യമൃഗ സംരക്ഷണ നിയമം 1972 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം തിരുത്തി എഴുതാൻ എന്താണ് ഇത്ര വൈമുഖ്യം? അപ്പോ കേരളത്തിലെ ഗവൺമെന്റ് കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ്, കേന്ദ്ര ഗവൺമെന്റും കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണ്. ഞാൻ ഈ പന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാൻ പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ക്ഷുദ്രജീവിയായി പന്നിയെ പ്രഖ്യാപിക്കണം, അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം കൃഷിക്കാർക്ക് കൊടുക്കണം. അന്ന് മന്ത്രി രേഖാമൂലമായി എനിക്ക് മറുപടി തന്നു, സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, പന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാം, അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം കൃഷിക്കാർക്ക് കൊടുക്കാൻ ഞങ്ങൾ അധികാരം സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെടണം. കേരള സ്റ്റേറ്റിനോട് ചോദിക്കുമ്പോൾ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഒരു എം ആയി എനിക്ക് രേഖാമൂലം മറുപടി തന്നു, പന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള അധികാരം ഗവൺമെന്റ് ഉണ്ട്. ലഭിക്കുന്നില്ലേ? വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ വന്യമൃഗങ്ങൾ താമസിക്കേണ്ടത് കാട്ടിലാണ്, നാട്ടിലല്ല. നാട്ടിൽ താമസിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. നമുക്കറിയാം, തിരുവിതാംകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും എത്രയോ വർഷക്കാലത്തിനു മുമ്പാണ് സംഘടിതമായ കുടിയേറ്റം ഉണ്ടായത്. തിരുവിതാംകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും ആളുകൾ ആദ്യം കൊടുങ്ങല്ലൂർ വന്നു, അവിടുന്ന് പിന്നെ ഇടുക്കിക്കും പത്തനംതിട്ടയ്ക്കും അതുപോലെ തന്നെ കോട്ടയത്തിനും പോയി. അവിടുന്നാണ് ഈ ഉത്തര മലബാറിലേക്ക് വന്നത്. മൃഗങ്ങളോട്, കാലാവസ്ഥയോട്, അതുപോലെ പ്രകൃതിയോട്, വന്യമൃഗങ്ങളോട് പടപൊരുതിയിട്ടല്ലേ ഈ മലയോര മേഖല പൊന്നു വിളയിക്കുന്ന ഒരു മേഖലയാക്കി മാറ്റിയത്. എത്രയോ പേര് മലമ്പനി വന്ന് ചത്തു, എത്രയോ ആളുകൾ മലേറിയ വന്ന് ചത്തു, എത്രയോ ആളുകൾ കുടിയേറ്റത്തിൽ സകലത ഉപേക്ഷിച്ചിട്ട് തിരിച്ചുപോയി. തിരിച്ചുപോയ സ്ഥാനത്തേക്ക് മറ്റു പല ആളുകളും വന്ന ആ സ്ഥലങ്ങൾ ഒക്കുപ്പൈ ചെയ്തു. ഇന്ന് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാട്ടാന ഇറങ്ങുന്നു. ആനത്താരി എന്ന് പറയുന്ന ആനയുടെ വഴി, ആ വഴി കണ്ടുപിടിക്കാൻ ആന ഒരേ പാതയിലൂടെ സഞ്ചരിക്കൂ. ആ ആനത്താരികൾ കണ്ടുപിടിച്ച് ആനക്കുഴികൾ നിർമ്മിച്ച് ആനക്കുഴികൾക്ക് ശേഷം സോളാർ ഫെൻസിങ്ങോ ഹാങ്ങിങ് ഫെൻസിങ്ങോ ഒക്കെ ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് കടക്കില്ല. പക്ഷേ കേരള ഗവൺമെന്റ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ 65 ലക്ഷം രൂപയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവാക്കിയത്. ഈ 65 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിക്കണം. കർഷക കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു, ഒരുപാട് നീരുറവകളുണ്ട്, അരുവികളുണ്ട്, ഒരുപാട് കുളങ്ങളുണ്ട് വനത്തിനകത്ത്. ആ വനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ പലതും വെള്ളം വലിച്ചെടുക്കുന്നത് വഴി ഈ നീരുറവകൾ, അരുവികൾ, കുളങ്ങളെല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്.
വനത്തിനകത്ത് കഴിക്കാനുള്ള ആഹാരം വന്യമൃഗങ്ങൾക്കില്ല. അപ്പൊ സ്വാഭാവികമായി വന്യമൃഗങ്ങൾ പെറ്റുപെരുകയാണ്. പന്നി പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ പുലികൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു, ആനകളും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു. വനത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. ആ കങ്കാരു എന്ന് പറയുന്ന മൃഗം ജനങ്ങൾക്ക് ഉപദ്രവമായി കണ്ടപ്പോൾ അതിനെ വെടിവെച്ചു കൊല്ലാൻ ആസ്ട്രേലിയൻ ഗവൺമെന്റ് അവിടുത്തെ ദേശീയ മൃഗമായ കങ്കാരുവിനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ഉത്തരവിട്ടവർ. അമേരിക്കയിലും വന്യമൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വന്യമൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നുന്നതിനുള്ള അധികാരം ഗവൺമെന്റ് തന്നെ പുറപ്പെടുവിക്കുന്നു അമേരിക്കയിൽ. നമ്മുടെ നാട്ടിൽ പെറ്റുപെരുകുന്ന ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വന്ധീകരണമാകാം, മറ്റു പല ശാസ്ത്രീയമായ മാർഗങ്ങളാകാം. പക്ഷെ ഇന്നുവരെ സംസ്ഥാന ഗവൺമെന്റ് പെറ്റുപെരുകുന്ന പന്നിക്കൂട്ടങ്ങളെയും പുലിക്കൂട്ടങ്ങളെയും ആനകളെയും ഒക്കെ നിയന്ത്രിക്കാൻ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു വനത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം വന്യമൃഗങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരുടെ തീറ്റ ഒരു പ്രശ്നമാണ്, അവർക്ക് വെള്ളം ഒരു പ്രശ്നമാണ്. അപ്പോ വെള്ളവും തീറ്റയും ഒക്കെ കിട്ടുന്ന പ്രദേശങ്ങൾ തേടിപ്പിടിച്ച് അവരിങ്ങോട്ട് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായി ഈ ആനകളെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സംവിധാനമുണ്ട്. നമുക്കറിയാം, വയനാട് മണ്ണിൻ മക്കൾക്ക് വേണ്ടി പോരുന്ന ജോസഫിന് അഭിവാദ്യങ്ങൾ. വയനാട്ടിൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, അവിടെ ആനക്കൂട്ടങ്ങളുടെ സഞ്ചാര വീഥികൾ കണ്ടുപിടിച്ച് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഹൈടെക് സംവിധാനം ഉണ്ടാക്കി, ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി. ദിനേശ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആ സംവിധാനം ആനക്കൂട്ടങ്ങളുടെ വരവ് കണ്ടുപിടിച്ച് അതിന് പ്രതിരോധം സംഘടിപ്പിക്കാൻ ആവശ്യമായ നടപടികളാണ്. അത് ഈ ആറളം ഫാമിലും പരീക്ഷിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല, ദ്രുതപ്രതികരണ സേനയുണ്ട്, RRT. 2, 3, 4 സേനകളെ വിന്യസിച്ച് ഈ വന്യമൃഗങ്ങളുടെ ഇങ്ങോട്ടുള്ള പ്രവാഹം തടയാൻ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഡ്രോൺ ഉപയോഗിക്കാം, CCTV ക്യാമറകൾ ഉപയോഗിക്കാം, പെട്രോളിംഗ് നടത്താം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ വനം മന്ത്രി എന്ത് ചെയ്യുന്നു? ഓരോ പ്രാവശ്യവും ആന ചവിട്ടി കൊണ്ടുമ്പോ മന്ത്രി വന്ന പ്രസ്താവന ഇറക്കി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? പഠിച്ച് തോറ്റ് മന്ത്രിയുടെ ദേഹത്ത് ജനങ്ങൾ കൈവയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പാർലം ഫാമിലെ ആളുകൾ ചെന്നെത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മന്ത്രിയെ ദേഹോദ്രം ഏൽപ്പിക്കത്തക്ക രീതിയിലൊക്കെ ജനങ്ങൾ മാറിക്കഴിയണമെങ്കിൽ ആ ജനരോഷത്തിന്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രതിരോധ നടപടികൾ ഒരുപാടുണ്ടായിട്ടും ആ പ്രതിരോധ നടപടികൾ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 10.5 കിലോമീറ്റർ ആനമതിൽ പണിയുമ്പോ നിങ്ങൾക്കറിയാം, ആനമതിൽ നിർമ്മിക്കുന്ന ആ സ്ഥലത്ത് അലൈൻമെന്റ് ഉണ്ട്. ആ അലൈൻമെന്റിലെ മരം വെട്ടിമുറിക്കുന്നത് ഒരു വലിയ പ്രശ്നമായി മാറി. ആ മരങ്ങൾ വെട്ടിമുറിക്കാൻ ഉത്തരവിടാനുള്ള അധികാരം മന്ത്രിക്കുണ്ട്. മന്ത്രി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഈ അലൈൻമെന്റ് നോക്കിയിട്ട് ആ മരങ്ങൾ വെട്ടിമുറിക്കും, കാലതാമസം ഒഴിവാക്കാം. മന്ത്രി പറയുന്നതല്ല, ചെയ്യുന്നില്ല. 10.5 കിലോമീറ്റർ ആനമതിൽ കെട്ടാൻ ആരംഭിച്ചിട്ട് കാലം എത്രയായി? 38 കോടി രൂപയാണെന്ന്. ഇനി അത് കെട്ടിത്തീരുമ്പോ 70 കോടി രൂപയിൽ തീരുവത്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ, 10.5 കിലോമീറ്റർ ഈ ആനമതിൽ കെട്ടിയിരുന്നെങ്കിൽ, ആനമതിൽ കെട്ടുന്നതുവരെ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് കെട്ടിയിരുന്നെങ്കിൽ ഈ ആന കൂട്ടമായി ആറളം ഫാമിൽ വരുമോ? തൊഴിലാളികളെ ആക്രമിക്കുമോ? ആദിവാസികളെ ആക്രമിക്കുമോ? 14 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും
മന്ത്രി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. എന്ത് പഠിത്തോ ഇത്? നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടാക്കിയ നിയമം മാറ്റാനുള്ള അധികാരം ഈ ഗവൺമെന്റിനുണ്ട്. എത്രയോ ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾ ഉണ്ടാക്കി, എത്രയോ നിയമങ്ങൾ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉണ്ടാക്കി നിങ്ങൾ തിരുത്തിയെഴുതി. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അധികാരമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു മുൻകാല ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം കാലോചിതമായി പരിഷ്കരിക്കാനും ആ നിയമം മാറ്റാനുമുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള സ്ഥിതി ഇരിക്കെ എന്തുകൊണ്ടാണ് കേന്ദ്രം ആ നിയമം തിരുത്തി എഴുതാത്തത്? ഇപ്പോഴും പ്രധാനമന്ത്രി വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം മനുഷ്യർക്ക് കൊടുക്കുന്നില്ല. അമേരിക്കയിലെ ഗവൺമെന്റ് അവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനുമാണ് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്ന, മൃഗങ്ങൾക്കല്ല. മൃഗങ്ങൾ പെരുകുമ്പോൾ ആ മൃഗങ്ങളെ വേട്ടയാടി കൊല്ലാനും കൊല്ലുന്നതിനെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള സംവിധാനം അമേരിക്കയിലുണ്ട്. ആസ്ട്രേലിയയിൽ ദേശീയ മൃഗമായ കങ്കാരുവിനെ വെടിവെച്ച് കൊല്ലാൻ അനുവാദമുണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു ആനയെ പിടിച്ച് കാട്ടിൽ തിരിച്ചു കൊണ്ടുവരുമ്പോ കോടതിയിൽ, സുപ്രീം കോടതി അടക്കം എത്ര കേസുകളാണ്? വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിന്റെ പേരിൽ ആരൊക്കെയാണ് രംഗത്ത് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുത്തുകൊണ്ട്, ജനങ്ങളുടെ ഹൃദയത്തുടിപ്പുകളും നാഡീസ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരമൊരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. FFW എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. വനത്തിലുള്ള വന്യമൃഗങ്ങൾക്ക് ഇത് മൂന്നും ഉണ്ടാക്കി കൊടുത്താൽ വന്യമൃഗങ്ങൾ പിന്നെ ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങത്തില്ല. ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ, ഇത് മൂന്നും ഒരുക്കാനുള്ള സംവിധാനം കേരള ഗവൺമെന്റ് ചെയ്യണം. ചെയ്യണമെങ്കിൽ പണം വേണം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങൾക്ക് വാരിക്കോരി പണം കൊടുക്കുന്നില്ലേ? കോർപ്പറേഷന്റെ ചെയർമാൻമാർക്ക് വാരിക്കോരി പണം കൊടുക്കുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ 10-15 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. 10 പരിപാടി, ഒരു പരിപാടിക്ക് 700 രൂപ, 10 നടപ്പിലാക്കിയാൽ 7000 രൂപ, അതല്ലെങ്കിൽ ഒരു ദിവസം 243 രൂപ. എങ്ങനെയാണ് ആ പാവങ്ങൾ ജീവിക്കുക? 4 ലക്ഷം രൂപ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തപ്പോൾ 243 രൂപ ഒന്ന് കൂട്ടിത്തരണമെന്ന് അവർ പറഞ്ഞപ്പോ പാട്ടപ്പിരിവ് നടത്തുന്നവർ പറഞ്ഞ് അവരെ അപമാനിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം. ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ, അതിനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെങ്കിൽ പെട്രോളിംഗ് ഏർപ്പെടുത്തണം. ഡ്രോൺ മുഖാന്തരം വന്യമൃഗങ്ങളുടെ സഞ്ചാര പഥം കണ്ടുപിടിക്കണം. CCTV ക്യാമറകൾ എല്ലാ സ്ഥലത്തും സ്ഥാപിക്കണം. പെട്രോളിംഗ് ഏർപ്പെടുത്തണം. ഇതിനെല്ലാം കൂടി പണം എവിടുന്നാണ്? സംസ്ഥാന ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന പണം എന്തിനു തികയും? അപ്പോ ഗവൺമെന്റിന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനിൽ യാതൊരു താല്പര്യവുമില്ല. സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തിൽ യാതൊരു സംരക്ഷണമില്ല. ഈ മലയോര മേഖലയിലെ കർഷകന്മാർ ചോര നീരാക്കി അവർ കെട്ടിപ്പടുത്ത സാമ്രാജ്യം വന്യമൃഗങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ അവരുടെ ദീനരോധനം കേൾക്കാൻ ഇവിടെ ഒരു സർക്കാരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അളമുട്ടി കഴിഞ്ഞപ്പോഴാണ് സണ്ണി ജോസഫ് ഇത്തരമൊരു പരിപാടിയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഈ രാജ്യത്തെ കർഷകരോട്, കൃഷിക്കാരോട്, അതുപോലെ തന്നെ മലയോര മേഖലകളിലെ ജനങ്ങളോട് അവരോട് താല്പര്യമുണ്ടെങ്കിൽ 1972 നിയമം കാലോചിതമായി പരിഷ്കരിക്കാനും തിരുത്താനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഈ ആനമതിൽ കെട്ടാനുള്ള ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല. കളക്ടറെ ചുമതലപ്പെടുത്തിയാൽ കളക്ടർ നേരിട്ട് ഇതിന് ഈ മതിൽ കെട്ടാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്താൽ ടെൻഡർ ഇല്ലാതെ തന്നെ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയും. ഇനി പറഞ്ഞ പോലെ ആനമതിൽ കെട്ടുന്നതിന് വരുന്ന കാലവിളംബം അത് മനസ്സിലാക്കി സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടാക്കി ആനയുടെ വരവ് തടയണം. അതുപോലെ തന്നെ ഡ്രോണുകൾ വരണം, CCTV ക്യാമറകൾ വരണം, പെട്രോളിംഗ് സ്ഥിരമായി ഏർപ്പെടുത്തണം.
DFOയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ട് തരുന്നില്ല. അവരും ഈ ഗവൺമെന്റിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ നിങ്ങൾക്കറിയാമോ, കാസർഗോഡ് ജില്ലയിൽ ബേളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുലിയെ പിടിച്ചു. വെളുപ്പാങ്കാലത്ത് ആ പുലിയെ കൊണ്ടുപോകുന്ന രംഗമെല്ലാം CCTV പതിഞ്ഞു. പുലിയെ കൊണ്ട് കർണാടകത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞു വിട്ട് തിരിച്ചു വരുന്ന രംഗം CCTV പതിഞ്ഞു. ഇവിടെ ആറളം ഫാമിൽ നടന്ന പോലെ അവിടെ ജനവികാരം ആളിക്കത്തി. DFOയുടെ മുമ്പിൽ പോയി സമരം ചെയ്തു. പുലിയെ എവിടെ വിട്ടു? നാട്ടുകാർ ചോദിച്ചു. പുലിയെ കൊണ്ടുവിട്ടത് കേരളത്തിന്റെ വനാതിർത്തി തന്നെയാണ്. ആ പുലി ഒരിക്കലും കാട്ടിൽ ജീവിക്കുന്ന പുലിയല്ല. ഇന്നലെയും ഞാൻ നോക്കട്ടെ, പട്ടികളെ മുഴുവൻ തിന്നു കഴിഞ്ഞു. ആടുകളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആടും പട്ടിയും തീർന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഭക്ഷിക്കാൻ ആരംഭിക്കും. നരഭോജിയായ കടുവകളാണത്. രാധയെ തിന്നതുപോലെ മനുഷ്യനെ തിന്നുന്നവരെ ഇവിടുത്തെ മന്ത്രി കണ്ണു തുറക്കില്ല. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീ സണ്ണി ജോസഫ് ഇത്തരമൊരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തത്. ശ്രീ VD സതീശൻ മലയോര കർഷകർക്ക് വേണ്ടി ഒരു ജാഥ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ നിന്നാണ് ആരംഭിച്ചത്. ആ ജാഥയ്ക്ക് കിട്ടിയ ആവേശോജ്വലമായ ഒരു സ്വീകരണം നമ്മളെല്ലാവരും കണ്ടതാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ഞാൻ കാസർഗോഡ് ബോവിക്കാനത്ത് 12 മണിക്കൂർ സമരം നടത്തി. ദീപാദാസ് മുൻഷിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് KPCC പ്രസിഡന്റാണ്. തലശ്ശേരി അതിരൂപയുടെ വികാരി ജനറൽ മാത്രമല്ല, രൂപതയിൽ നിന്ന് ഒരുപാട് അച്ഛന്മാരെ റാംബാനി പിതാവ് സമരത്തിന് വേണ്ടി അയച്ചു. മാത്രമല്ല, എല്ലാ സംഘടനകളും ആ സമരത്തിൽ ഭാഗവാക്കായി. ഈ സമരങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി വിളിച്ചോതുന്നു: കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റ് മറ്റു പല കാര്യങ്ങളിലുമാണ് ഗവൺമെന്റ് താല്പര്യം. അതുകൊണ്ട് ഭരിക്കുന്ന സർക്കാരുകളുടെ കണ്ണു തുറപ്പിക്കാൻ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവന് ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. അതുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനവികാരം മനസ്സിലാക്കുന്ന, ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുത്ത് അതിനനുസൃതമായി സഞ്ചരിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിവിടെ വന്നത്. എനിക്ക് ഇനിയും 1-2 പരിപാടികൾ കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഇന്ന് ജ്ഞാനായി സമുദായത്തിന്റെ 135ാം കുടിയേറ്റ വാർഷികം രാജപുരത്ത് നടക്കുകയാണ്. അതിലെ 4:30 മണിക്ക് എനിക്ക് അവിടെ പോകണം. ഈ സമരപ്പന്തലിൽ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട്, എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, സണ്ണി മുന്നോട്ട് തന്നെ കുതിക്കണം, മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മരിച്ചുകൊണ്ട്. ആത്യന്തികമായ വിജയം നിങ്ങൾക്കുള്ളതാണ്. ആ വിജയം കണ്ടല്ലാതെ ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. ഇപ്പോ ആളുകളെ പറ്റിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ കുടിയിടാനാണ്. പണം ചെലവാക്കി ഇവിടെ മുൻകരുതൽ നടപടികൾ എടുത്തല്ലാതെ ഈ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന്, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിക്കാരെയും നാട്ടുകാരെയും ആ ആറളം ഫാമിലെ ആദിവാസികളെയും ഒന്നും രക്ഷിക്കാനാവില്ല. പണം ചെലവാക്കി ആനമതിൽ കെട്ടുന്നത് വരെ സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തി, അല്ലെങ്കിൽ പുൽപ്പള്ളിയിൽ ആനക്കൂട്ടം വരുന്നത് മുൻകൂട്ടി കണ്ടുപിടിച്ച് പ്രതിരോധ നടപടികൾക്കായി അത്യന്താധുനികമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അങ്ങനെ പല പല മാർഗങ്ങളിലൂടെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്ന ഒരു ഘട്ടം വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ശ്രീ സണ്ണി ജോസഫിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ,
PTA റേഞ്ച് പ്രസിഡന്റും